ന്യൂസ് 16 കേരള. ഈ ടൂറിസ്റ്റ് വിസ ഇനി എളുപ്പത്തിൽ സ്വന്തമാക്കാം. നടപടികൾ എളുപ്പമാക്കി റോയൽ ഒമാൻ പോലീസ്. ടൂറിസം, ജോലി തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഒമാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇലക്ട്രോണിക് വിസ ലഭിക്കാനുള്ള സംവിധാനം ഒരുക്കി റോയൽ ഒമാൻ പോലീസ്. ടൂറിസം സീസൺ ആരംഭിച്ചതോടെ ദിനേന ആയിരക്കണക്കിന് ആളുകളാണ് വിസക്കായി അപേക്ഷിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടാണ് നടപടികൾ എളുപ്പമാക്കിയിരിക്കുന്നത്. തൊഴിലുടമ അല്ലാത്തവർ, GCC രാജ്യങ്ങൾ താമസിക്കുന്നവർ തുടങ്ങിയവർക്കെല്ലാം ടൂറിസം വിസക്കായി അപേക്ഷിക്കാം. ഒമാനിൽ എത്തുന്നതിന്റെ 4 ദിവസം മുമ്പെങ്കിലും വിസ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകളുടെ നില അനുസരിച്ച് നടപടിക്രമങ്ങളുടെ സമയം വ്യത്യസ്തപ്പെട്ടേക്കാം. റോയൽ ഒമാൻ പോലീസിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് താഴെ പറയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ വിസ ലഭിക്കും. ആദ്യം ROP വെബ്സൈറ്റിൽ കയറി വ്യക്തിഗത അക്കൗണ്ട് ഉണ്ടാക്കണം. ആവശ്യമായ വിവരങ്ങൾ നൽകി അക്കൗണ്ട് സൃഷ്ടിക്കാം. അക്കൗണ്ട് ആക്റ്റീവായ ലോഗിൻ ചെയ്യുക. തുടർന്ന് ആഗ്രഹിക്കുന്ന വിസക്കുള്ള അപേക്ഷയ്ക്ക് വേണ്ടി തിരിയാം. പിന്നീട് യാത്രാരേഖയുടെ നമ്പറോ ആവശ്യമായ മറ്റെന്തെങ്കിലും വിവരമോ നൽകുക. എൻക്വയറി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് PDF രൂപത്തിലുള്ള വിസ പ്രിന്റ് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ചാലുടൻ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അനുവദിച്ച ശേഷം വിസ ഉപയോഗത്തിന്റെ കാലാവധി വെബ്സൈറ്റിൽ നിന്ന് അറിയാൻ കഴിയും. എക്സ്പ്രസ് വിസയ്ക്ക് 1 മാസം, രാജ്യത്തെ തൊഴിലുമായി ബന്ധപ്പെട്ട വിസയ്ക്ക് 3 മാസം, തൊഴിലുടമല്ലാത്ത വിസയ്ക്ക് 1 മാസം എന്നിങ്ങനെയാണ് കാലാവധി. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ഫീസ് അടക്കുകയും നൽകിയ വിവരങ്ങളുടെ കൃത്യത പരിശോധിക്കുകയും ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് വിസയുടെ കോപ്പി അയക്കും. സ്പോൺസേഡ് ടൂറിസ്റ്റ് വിസയും എക്സ്പ്രസ് വിസയും ഇപ്പോൾ ഇലക്ട്രോണിക് വിസ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയതായി ROPയിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിസ സംബന്ധിച്ച സംശയങ്ങൾക്കും സഹായത്തിനും ROP വെബ്സൈറ്റിൽ നൽകിയ ഇമെയിലിലോ നമ്പറിലോ ബന്ധപ്പെടാം. ഒമാനിൽ നിന്നുള്ളവർക്ക് 80080011 ടോൾ ഫ്രീ എന്ന നമ്പറിലും, രാജ്യത്തിന് പുറത്തുള്ളവർക്ക് 9682284820 എന്ന നമ്പറിലും വിളിക്കാം. വെബ്സൈറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.